ഈശോയേ ഈശോയേ ഈശോയേ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ശൈലജ. ഞാൻ നടുവനാട് കോട്ടൂർ ഞാലിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ മകൻ MBA കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ IELTS പരീക്ഷ എഴുതി. അപ്പോൾ ഞാനിവിടെ വന്ന് ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പരീക്ഷയ്ക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് കടം മേടിച്ചിട്ടാണ് പരീക്ഷ എഴുതിയത്. മോൻ പാസ്സാകണേ ഈശോയെ, അല്ലെങ്കിൽ ഇനിയും ആരോടും കടം വാങ്ങാനില്ല. അതിൻ്റെ ഫലമായി അവന് ഫസ്റ്റ് ചാൻസിൽ തന്നെ അവനെ പാസ്സാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ ഫലമായി അവന് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകുകയും നല്ല സ്കോർ കിട്ടുകയും ചെയ്തു. പിന്നീട് ഞാൻ അച്ഛനെ വന്നു കണ്ടു. മോൻ പാസ്സായി, അവന് വിദേശത്ത് പോകണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാകുമെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന് UK നിന്നും ലെറ്റർ വന്നു. അങ്ങനെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും 6 മാസത്തിനുള്ളിൽ റെഡിയായി. ഈ മാസം 9-ാം തീയതി അവൻ UK പോകുകയാണ്. ഞാൻ എല്ലാ വ്യാഴാഴ്ചയിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മകന് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അവന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ആൻഡ്രിയ. എടൂരാണ് താമസിക്കുന്നത്. +2 കഴിഞ്ഞ് ഇതുവരെ ഒന്നിനും എനിക്ക് അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല. എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിക്കുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അഡ്മിഷൻ കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് ജോസ് ജോർജ്. ഞാൻ ചെമ്പന്തൊട്ടിയിൽ നിന്നും വരുന്നു. എൻ്റെ മകന് വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഒരു ഏജന്റിൻ്റെ കയ്യിൽ 2,04,000 രൂപ ഞാൻ കൊടുത്തിരുന്നു. 2022 സെപ്റ്റംബറിൽ കൊടുത്തതാണ്. 1 വർഷം കഴിഞ്ഞിട്ടും പോകാൻ സാധിക്കാത്തതിനാൽ കൊടുത്ത പണം ഞാൻ തിരികെ ചോദിച്ചു. 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ 6 മാസമായിട്ടും പല അവധികൾ മാറി മാറി പറയുന്നതല്ലാതെ ഒരൊറ്റ രൂപ പോലും തിരിച്ചു കിട്ടിയില്ല. പിന്നീട് ഫോൺ വിളിച്ചാൽ പോലും എടുക്കാതായി. അങ്ങനെ ഇരിക്കെ ഈ കാര്യത്തിനായി ഞാൻ ഇവിടെ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു. ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ നിയോഗം കെട്ടിയിട്ടും മുട്ടിലിഴഞ്ഞും പ്രാർത്ഥിച്ചു. ഏതാണ്ട് 3 മാസമായപ്പോഴേക്കും 1,90,000 രൂപയും തിരിച്ചു തന്നു. ബാക്കിയുള്ള 14,000 രൂപ താമസിയാതെ തരാമെന്ന് പറഞ്ഞു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് രമേഷ് PV. ഞാൻ ശ്രീകണ്ഠപുരത്ത് താമസിക്കുന്നു. ഞാനൊരു ബസ് ഡ്രൈവറാണ്. ആവിലായിലും കൃപാസനത്തിലുമൊക്കെ എൻ്റെ വണ്ടിക്ക് ഓട്ടം കിട്ടാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് നാളുകളായി എനിക്ക് വയറിൽ നല്ല വേദന അനുഭവപ്പെട്ടു. പരിശോധനയും സ്കാനിങ്ങും നടത്തിയ ശേഷമാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൻഡിസൈറ്റിസ് ആണെന്ന്. വേദനയുള്ളതിനാൽ ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ആ ഇടയ്ക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ആവിലായിലെ വെഞ്ചരിച്ച എണ്ണ ലഭിക്കുന്നത്. നന്നായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ ആ എണ്ണ എൻ്റെ വയറിൽ പുരട്ടി. അക്രൈസ്തവനായതിനാലും മാതാവിനോട് എനിക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഓപ്പറേഷന് വേണ്ടി ഞാൻ അഡ്മിറ്റായി. സ്കാനിങ്ങും എൻഡോസ്കോപ്പിയും എല്ലാം ചെയ്തു നോക്കി. അപ്പോൾ വയറിലുണ്ടായിരുന്ന മുഴ അവിടെ ഇല്ല എന്നാണ് കാണപ്പെട്ടത്. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയിൻ. കോഴിച്ചാൽ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ പറമ്പിൽ പണിയെടുക്കുന്നതിനിടയിൽ കാലിൽ എന്തോ കടിച്ചു. കാലിന് നീരും വേദനയുമായി. വീടിൻ്റെ അടുത്തുള്ള വൈദ്യനെ കാണിച്ച് മരുന്ന് മേടിച്ചു. മരുന്ന് അരച്ചിട്ടിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ എൻ്റെ കാലിൻ്റെ നീര് പൂർണ്ണമായി മാറിക്കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും
1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. പേര് ഗിഫ്റ്റി. +1 പഠിക്കുന്നു. കഴിഞ്ഞ 1 മാസമായി ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്ത് കഴിച്ചാലും ലൂസ് മോഷനും വയറുവേദനയും. 3-4 ആസ്പത്രികളിൽ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടു. ബ്ലഡ് ടെസ്റ്റ്, സ്കാനിംഗ് ഒക്കെ ചെയ്തു. പക്ഷേ വയറുവേദന കാരണം ഭക്ഷണം കഴിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം 29-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചക്കഞ്ഞി വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നപ്പോൾ നേർച്ചക്കഞ്ഞി കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അവൾക്ക് പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയായി. ഇപ്പോൾ ഒരസുഖം അവൾക്കില്ല. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഞാൻ വെളിമാനം സ്വദേശിയാണ്. എൻ്റെ തൈറോയിഡ് ഗ്രന്ഥിക്ക് ചുറ്റും 3 മുഴകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ വട്ടം ബയോപ്സി ചെയ്തപ്പോൾ ആവശ്യത്തിന് സാമ്പിൾ കിട്ടാതിരുന്നതുകൊണ്ട് ശരിയായ റിസൾട്ട് കിട്ടിയില്ല. ഞാൻ ആവിലാസദനിൽ വന്ന് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് നെഗറ്റീവായി. എന്നാൽ ഭാവിയിൽ അത് ക്യാൻസർ ആകാൻ സാധ്യതയുള്ളതിനാൽ മുഴ എടുത്തു കളയണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞു. എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. എന്നെ സുഖപ്പെടുത്തിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അബിൻ. കീഴ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് വ്യാഴാഴ്ച ദിവസങ്ങളിലെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ല മാർക്കോടെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. എനിക്കൊരു നല്ല ജോലിയും കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ലിനറ്റ്. ഞാൻ കണിച്ചാറിൽ നിന്നും വരുന്നു. എൻ്റെ മകന് കിട്ടിയ ഒരു രോഗസുഖത്തെ പറ്റിയ സാക്ഷ്യം പറയാനാണ് ഇത് എഴുതുന്നത്. മകൻ്റെ പേര് എഡ്വിൻ. അവൻ എപ്പോഴും അലർജിക്ക് കഫ് വരുമായിരുന്നു. ചുമ സ്റ്റാർട്ട് ചെയ്താൽ നിൽക്കാതെ ചുമയ്ക്കും. അവനെയും കൂട്ടി ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ വന്നു. അച്ഛൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു പ്രയറും ചെല്ലാൻ പറഞ്ഞു. അതിനുശേഷം അവൻ ആ ചുമ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ അവൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം അതിൻ്റെ വലിപ്പവും കുറഞ്ഞു വന്നു. പിന്നെ എൻ്റെ OET എക്സാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് ന്യൂസിലാൻഡ് സ്കോർ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. അന്തർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഷൈലമ്മ. കിളയന്തറ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ അലക്സിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം. ആഗസ്റ്റ് 6-ാം തീയതി അവന് ഡെങ്കിപ്പനി വന്നു. അവൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുകയും ചെയ്തു. ഡോക്ടർ മരുന്ന് കൊടുത്ത് റെസ്റ്റ് ചെയ്യാനും പറഞ്ഞു. കുറയുമെന്നോർത്ത് അവിടെ തന്നെ നിന്നു. പക്ഷേ അവൻ്റെ രക്തത്തിലെ കൗണ്ട് കുറയുകയും ചെയ്തു. പിന്നീട് എറണാകുളത്ത് നിന്നും കണ്ണൂരേക്ക് കൂട്ടിക്കൊണ്ടുവരികയും കൊയിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. അവിടെ വന്നപ്പോൾ കൗണ്ട് ഒത്തിരി കുറഞ്ഞു പോയി. 13,000 കുറഞ്ഞു. ഡോക്ടർ ബ്ലഡ് കയറ്റണമെന്നും ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. 4 യൂണിറ്റ് ബ്ലഡ് വേണമെന്നാണ് പറഞ്ഞത്. ബ്ലഡിന് ആളെ ആക്കുകയും ബ്ലഡ് കയറാതെ കൗണ്ട് ഒരിക്കലും കൂടുകയാകുകയില്ല എന്നും പറഞ്ഞു. ബ്ലഡ് കയറ്റാതെ കൗണ്ട് കൂടുകയാണെങ്കിൽ ആവിലായിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വൈകുന്നേരം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് കൂടുകയും ചെയ്തു. കൗണ്ട് കൂടിയത് കണ്ട് ബ്ലഡ് കയറ്റണ്ടായെന്നും ഡോക്ടർ പറഞ്ഞു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2022 ഡിസംബർ 8-നാണ് ഞാൻ ആലയത്തിൽ ആദ്യമായി വരുന്നത്.
അതിനുശേഷം ഡിസംബർ 26 അച്ഛനെ കണ്ടു. അന്നു മുതൽ എനിക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ തന്ന പ്രാർത്ഥനകൾ ഈശോയെ നിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥനയും യേശുനാമ ജപവും ഈശോയും മാതാവും എന്നെ ജീവനു തുല്യം സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥനയും ചൊല്ലിയതിൻ്റെ ഫലമായി എനിക്ക് 22 വർഷമായി ഉണ്ടായിരുന്ന ശ്വാസമുട്ടൽ നന്നായി കുറഞ്ഞ് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. 22 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ കർത്താവ് ഈശോയും മാതാവും എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കർത്താവ് എടുത്ത് മാറ്റിയതിനെ ഓർത്തുറക്കെ വിളിക്കാം, ഈശോയേ. അടുത്ത സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അവൾ ഫംഗൽ ഇൻഫെക്ഷനെ തുടർന്ന് ശരീരം മുഴുവൻ ചുവന്നു തടിക്കുകയും ചൊറിഞ്ഞു പൊട്ടുകയും ചെയ്തിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ആവിലായിലെ എണ്ണ പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ ശരീരത്തിലെ ചൊറിച്ചിലും തടിപ്പും അപ്രത്യക്ഷമായി മോൾക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു. ഞാൻ നിയോഗം എഴുതി കെട്ടിയിടുകയും മുട്ടിലിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ സഹോദരിയുടെ മകൾ 2ാമത്തെ തവണ OET എക്സാം പാസ്സായി. 22 വയസ്സുള്ള എൻ്റെ മകന് യാത്രയിലുണ്ടായിരുന്ന അതികഠിനമായ ഛർദിയും മാറിക്കിട്ടി. പിന്നീട് കുറച്ച് സ്ഥലം വിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് നിയോഗം കെട്ടിയിടുകയും മുട്ടിലെറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന് ഇങ്ങോട്ട് അന്വേഷിച്ചു വരികയും അപ്പോൾ തന്നെ വിൽപ്പന നടക്കുകയും എഗ്രിമെൻ്റ് എഴുതുകയും ചെയ്തു. ഞാനിവിടെ നിന്ന് എണ്ണ കൊണ്ടുപോയി പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ 2 പശുക്കളുടെ മുഖത്തും പുറ്റുപോലെ ഉണ്ടായിരുന്ന അരുമ്പാറ ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായി മാറിക്കിട്ടി. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം, ഈശോയേ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് അഞ്ജു. ഞാൻ OET ആദ്യമായി എഴുതിയപ്പോൾ എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. അടുത്ത ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ റാപ്സനച്ചനെ വന്ന് കണ്ടു പ്രാർത്ഥിച്ചു. എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പും ഞാൻ അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മെയ് 18 ഞാൻ എഴുതിയ OET എക്സാമിൽ UK സ്കോർ നേടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനോടും ഞാൻ 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് അലീന റെജി, സ്ഥലം ചരൾ. ഞാൻ OET എക്സാം എഴുതുന്നതിന് മുമ്പ് ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. എനിക്ക് എല്ലാ മൊഡ്യൂളും B ഗ്രേഡ് തന്ന് ഈശോ എന്നെ അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് മരിയ. ഞാൻ പേരാവൂരിൽ നിന്നും വരുന്നു. 2024 മാർച്ച് മാസം ഞാൻ ജർമ്മൻ B2 പരീക്ഷ എഴുതുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. റിസൾട്ട് വന്ന് പിറ്റേന്ന് തന്നെ ആവിലായിൽ വരികയും അടുത്ത പരീക്ഷയിൽ പാസ്സാകുകയാണെങ്കിൽ ആവിലായിൽ വന്ന് സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നതിൻ്റെ ഫലമായി ജൂണിൽ എഴുതിയ എക്സാമിൽ ഞാൻ നല്ല മാർക്കോടെ പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും നന്ദി. എൻ്റെ പേര് ബിന്ദു, സ്ഥലം കോളയാട്. എൻ്റെ മകൾ അഞ്ജലി പഠിക്കുകയാണ്. ഹോസ്റ്റലിൽ നിന്നും വയറുവേദനയായിട്ട് രാത്രി വിളിച്ചു. യൂറിൻ ഇൻഫെക്ഷൻ്റെ വേദനയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, വേദന കുറയുകയാണെങ്കിൽ ഞാൻ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളുടെ അസുഖം പൂർണ്ണമായി ഭേദമായി.
ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ആക്സ മരിയ. ഞാൻ ബേബി മെമ്മോറിയൽ കോളേജിൽ കോളേജിലേക്കുള്ള എൻ്റെ അപേക്ഷയുടെ കോപ്പി ഇവിടെ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ബേബി മെമ്മോറിയൽ കോളേജിൽ അഡ്മിഷൻ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ എൻ്റെ പേര് റോസമ്മ, സ്ഥലം തൊണ്ടിയിൽ. എൻ്റെ മകളുടെ കൊച്ചിന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഹാർട്ടിനും കിഡ്നിക്കും തകരാറുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാം മാറിക്കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ടിൻസി. ഞാൻ എടത്തൊട്ടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് വിദേശത്ത് പോകുവാനായിട്ട് ഞാൻ ഇവിടെ വന്ന ആവശ്യം എഴുതിയിട്ട് ബന്ധിതനായുടെ ഈശോയുടെ മുമ്പിൽ നിയോഗം കെട്ടിയിട്ടും പ്രാർത്ഥിച്ചു. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വന്ന ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു. ഒരു വ്യാഴാഴ്ച അച്ഛൻ ആരാധനയുടെ സമയത്ത് വിദേശത്ത് പോകുവാനുള്ള തടസ്സം മാറിയെന്ന് പറയുകയും അത് ഞാനാകണമേ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ എല്ലാ തടസ്സങ്ങളും മാറി വിസ ശരിയാവുകയും ചെയ്തു. ഈ വരുന്ന 7-ാം തീയതി ഞാൻ വിദേശത്ത് പോവുകയാണ്. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് സിമി. ഞാൻ ഉളിക്കല്ലിൽ നിന്നും വരുന്നു. ഞാൻ 3 തവണ OET എക്സാം എഴുതി. ആദ്യം ഫെബ്രുവരി മാസത്തിൽ എക്സാം എഴുതുന്നതിന് മുമ്പ് അച്ഛനെ വന്ന് കണ്ടിരുന്നു. അന്ന് അച്ഛൻ എന്നോട് UK സ്കോർ കിട്ടുമെന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ UK ക്ലബിംഗ് സ്കോർ കിട്ടി. വീണ്ടും എഴുതിയപ്പോൾ ഒരു സബ്ജക്റ്റ് കിട്ടിയില്ല. വീണ്ടും അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായി വീണ്ടും എക്സാം എഴുതാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സൗദിയിൽ പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി വിളിച്ചിട്ട് എൻ്റെ എക്സാം ഫീസ് അടയ്ക്കാം, ഒന്നുകൂടി എക്സാം എഴുതാൻ പറഞ്ഞു. അങ്ങനെ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്ന് ഞാൻ പ്രാർത്ഥിച്ച് എക്സാം എഴുതി. ആഗസ്റ്റ് 17 ആയിരുന്നു എൻ്റെ എക്സാം. റിസൾട്ട് വന്നപ്പോൾ UK സ്കോർ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഷാൻഡി. ഞാൻ ഇരിട്ടിയിൽ നിന്നും വരുന്നു. എൻ്റെ കുടുംബത്തിന് നൽകിയ നിരവധിയായ നന്മകൾക്ക് ഞാൻ നന്ദി പറയുന്നു. 23 വർഷം മുമ്പ് ഹെർണിയ സർജറി കഴിഞ്ഞിരുന്നു. 3 വർഷമായി എനിക്ക് യാത്ര ചെയ്യാനോ കൂടുതൽ ഇരിക്കുവാനോ കഴിയില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മുഴുവൻ സമയവും ഇരുന്ന് ധ്യാനം കൂടുവാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. അവർക്ക് കാനഡയിൽ നിന്ന് വരുന്നതിന് വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്ത് കിട്ടുന്നില്ലായിരുന്നു. അത് മാറിക്കിട്ടി അവർക്ക് വരാനുള്ള അനുമതി ലഭിച്ചു. കൂടാതെ 3 പേരുടെയും വിവാഹ തടസ്സവും മാറിക്കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റെല്ലാം ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.
എൻ്റെ പേര് സാറാമ്മ. ഞാൻ കേളകത്തു നിന്നും വരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടി. കൂടാതെ എനിക്ക് 10 വർഷമായി വയറിന് സുഖമില്ലായിരുന്നു. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ലായിരുന്നു. എന്ത് കഴിച്ചാലും ഗ്യാസും വയറുവേദനയും. ഈ ഒരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ രോഗം പൂർണ്ണമായും സൗഖ്യമായി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിളിക്കാം. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് ലാലി, സ്ഥലം ആനപ്പന്തി. എൻ്റെ മോന് അതികഠിനമായ പനി വന്നിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ 3 പ്രാവശ്യം മരുന്ന് വാങ്ങിയെങ്കിലും കുറയുന്നില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, പനി കുറയുകയാണെങ്കിൽ ബന്ധിതനായ ഈശോയുടെ അടുത്ത് സാക്ഷ്യം എഴുതിയിടാമെന്ന്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ എൻ്റെ മോന് പനി പൂർണ്ണമായി മാറിക്കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ആദ്യം തന്നെ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. എൻ്റെ പേര് മായ എം.ആർ. ആറളം ഫാം ബ്ലോക്ക് 13 താമസിക്കുന്നു. 2 ആഴ്ച അച്ഛനെ കാണാൻ വന്നെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരു ചൊവ്വാഴ്ച അച്ഛനെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും എനിക്ക് സാധിച്ചു. അന്ന് അച്ഛൻ പറഞ്ഞു അടുത്തയാഴ്ച സാക്ഷ്യം പറയണമെന്ന്. എന്നാൽ അന്ന് എൻ്റെ വേദന ഒട്ടും കുറഞ്ഞില്ല. 4 വർഷമായി തുടർച്ചയായി എൻ്റെ കഴുത്തിനും ചെവിക്കും വേദനയായിരുന്നു. ഒരു ദിവസം പോലും സമാധാനത്തോടെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഞാൻ 4 ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ രോഗം പൂർണ്ണമായി സൗഖ്യമായി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അന്തർ കണ്ടതും യേശുനാമത്തിൽ മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ജോബിയ, പാറാടിയിൽ. ഞാൻ ചമതച്ചാലിൽ നിന്ന് വരുന്നു. 1.5 വർഷം മുമ്പ് ഭർത്താവിൻ്റെ ചേട്ടൻ പെട്ടെന്ന് മരണപ്പെടുകയും മൃതസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് എൻ്റെ മകൻ തിരികെ സിമിത്തേരിയിലേക്ക് പോവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഭയം തോന്നി. അതിനുശേഷം ആ ഭയം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഞാൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ 33 പ്രാവശ്യം വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറയുകയും ചെയ്തു. അതിന് പ്രകാരം 33 ആഴ്ച വന്ന് പ്രാർത്ഥന കൂടിയതിൻ്റെ ഫലമായി എന്നെ എൻ്റെ ഈശോ പേടിയിൽ നിന്നും പൂർണ്ണമോചനം നൽകി അനുഗ്രഹിച്ചു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. വൃത്തത്തിൽ വിളിക്കാം. ദൈവത്തിന് 1000 സ്തുതി. എൻ്റെ ചേട്ടന് ഗ്യാസിൻ്റെ അസുഖമായിരുന്നു. 8 വർഷമായി മാറി മാറി പല ആസ്പത്രിയിലും കയറി ഇറങ്ങി. യാതൊരു ഫലവുമില്ലായിരുന്നു. ഞാൻ ആവിലായിലെ എണ്ണ തേച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എൻ്റെ ചേട്ടന് യാതൊരുവിധ കുഴപ്പവുമില്ല. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നുവെന്ന് ലീലാമ്മ എടൂർ. എൻ്റെ പേര് ഷീന. ഞാൻ വിളമനയിൽ നിന്നും വരുന്നു. ഞാൻ 3-4 മാസം കിടന്ന കിടപ്പിലായിരുന്നു. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി രമ്യ എന്നെ കാണാൻ വന്നത്. അവൾ പോകുന്നതിന് മുമ്പ് എൻ്റെ അസുഖത്തെപ്പറ്റി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. രോഗം മാറി എഴുന്നേറ്റാൽ എൻ്റെ കൂടെ അവിലാപ്പള്ളിയിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. അവൾ എന്നെയും കൊണ്ട് പള്ളിയിൽ വന്നു. സ്ഥിരമായി വ്യാഴാഴ്ചകളിൽ ഞാൻ ആവിലായിൽ വരാൻ തുടങ്ങി. 9 വർഷമായിട്ട് ഞാൻ അലർജിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വ്യാഴാഴ്ച ഞാൻ ആവിലായിൽ വന്നപ്പോൾ എനിക്ക് നിർത്താതെ തുമ്മൽ വന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ ഈ തുമ്മൽ എനിക്ക് മാറ്റിത്തരണമേ എന്ന്. അതിനുശേഷം എനിക്കിതുവരെ തുമ്മൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഗുളികയും കഴിക്കുന്നില്ല. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. കർത്താവിന് നന്ദി പറയാം.
ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ശാന്ത. ഞാൻ ആറളം ഫാം ബ്ലോക്ക് 13 താമസിക്കുന്നു. ആവിലായിലെത്തി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ 33 വ്യാഴാഴ്ച വരാൻ പറഞ്ഞു. ഞാൻ വന്നു പ്രാർത്ഥിച്ചു. നാളുകളായി എനിക്ക് നെഞ്ചുവേദനയ്ക്കും പ്രഷറിനും തലവേദനയ്ക്കും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം എൻ്റെ ഈ അസുഖമെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടി. പിന്നെ എൻ്റെ ഭർത്താവിന് വർഷങ്ങളായി ഉണ്ടായിരുന്ന ശ്വാസമുട്ടലും ഇപ്പോൾ പൂർണ്ണമായി മാറി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ ബന്ധിതനായ ഈശോയുടെ കരുണയാലും അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയാലും എൻ്റെ തൈറോയിഡ് രോഗം പൂർണ്ണമായി മാറിക്കിട്ടിയതിനെ ഓർത്ത് ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു എന്ന് മേഴ്സി കൊളക്കാട്. കരമടിച്ച് നന്ദി പറയാം. എൻ്റെ പേര് മേഴ്സി. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. മകൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. +2 സയൻസ് എടുത്ത് പഠിച്ച മകൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മകളെയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വരികയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഓരോ സെമസ്റ്റർ എക്സാം തുടങ്ങുന്നതിന് മുമ്പായി വ്യാഴാഴ്ചകൾ ഞാനിവിടെ വരികയും നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയും പരീക്ഷയുടെ ദിവസം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി മകൾ ഒരു വിഷയത്തിന് പോലും തോൽക്കാതെ ഇതുവരെയുള്ള എല്ലാ സെമസ്റ്ററും പാസ്സായി. 6th സെമസ്റ്ററിന് 8.3 ഗ്രേഡ് പോയിന്റ് നൽകി ദൈവം അനുഗ്രഹിച്ചു. 8ന് മുകളിൽ ഗ്രേഡ് കിട്ടിയാൽ സാക്ഷ്യം എഴുതിയിട്ടാക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അനുഗ്രഹ. മണിപ്പാറയിൽ നിന്നും വരുന്നു. എൻ്റെ അനിയത്തി എൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ് ബോധം പോയ പോലെയായി. പിന്നീട് എണീക്കുമ്പോൾ വീണു പോകുകയായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് മുഴുവൻ ഞാൻ ബന്ധിതനായി ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അവൾ എഴുന്നേൽക്ക് നിൽക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവൾക്കൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ അനിയത്തിയെ കാത്തുപരിപാലിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനഘ. എൻ്റെ വീട് അടയ്ക്കാത്തോടാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കൊട്ടിയൂർ സ്കൂളിൽ +1 അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല മാർക്കോടെ പാസ്സാകുകയും കൊട്ടിയൂർ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഞാൻ അഡ്മിഷൻ ലഭിച്ചാൽ ഇവിടെ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നിരുന്നു. ഈശോ എനിക്കത് സാധിച്ചു തന്നു. അതിനായി ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് നീതു. ഞാൻ അമ്പലക്കണ്ടിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. ഇവന് മാസം തികയാതെ ഉണ്ടായതായിരുന്നു. സിസേറിയൻ കഴിഞ്ഞപ്പോൾ തന്നെ ശ്വാസം മുട്ടലായിരുന്നു. അന്നേരം തന്നെ കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, മാറ്റമൊന്നും കാണുന്നില്ല, ഞങ്ങൾ പരമാവധി നോക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും ഇതുപോലെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തുള്ളൂ, പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങളോട്. അന്ന് വൈകിട്ട് ഇവിടെ അച്ഛൻ യേശുനാമ ജപത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിരുന്നു. അന്ന് അച്ഛനെ കണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, കുഞ്ഞ് വെന്റിലേറ്ററിലാണ്, പ്രാർത്ഥിക്കണം,
ഒരു ദിവസം കഴിഞ്ഞു, ഡോക്ടർ ഒന്നും പറയുന്നില്ല. പിറ്റേ ദിവസം അന്ന് അച്ഛൻ പറഞ്ഞു കുഞ്ഞിന് കുറയുമെന്നൊന്നും പറഞ്ഞില്ല, കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം വന്ന് പറയണമെന്ന് പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ ഹസ്ബൻഡ് പോയി. പിറ്റേ ദിവസം രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ ഇന്നലെ രാത്രി തന്നെ വെന്റിലേറ്ററിൽ മാറ്റി, കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധുതനായ ഈശോയ്ക്കും ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച അച്ഛനും ഒരുപാട് നന്ദി. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ ഒരു രോഗാവസ്ഥയിൽ ഇവിടെ വരികയും യേശുനാമ ജപത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. വൈകിട്ട് നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും രാത്രി 8:30 മുതൽ 9 മണി വരെ യേശുനാമ ജപം നടക്കുന്നുണ്ട്. ആ സമയത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ യേശുനാമ ജപത്തിൽ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ അവിടെ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനായിട്ട് കർത്താവ് കൃപ കൊടുത്തു. കരമടിച്ച് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അന്തർ കണ്ടതും ചികിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. വിളിക്കാം. ഈശോയേ 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 കൈവക്കി വിളിച്ചേ. ഈശോയേ ഈശോയേ യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് പൂജ, ഞാൻ കാരാമ്പാണ് താമസിക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. എനിക്ക് PCOSും തൈറോയിഡും ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കൊച്ചുണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ നാൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 2022 ഞാൻ ആവിലായി വന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2022 സെപ്റ്റംബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ NT സ്കാനിന് വേണ്ടി ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ ഓർഗൻസ് ഒക്കെ വളർന്നിട്ടുണ്ട്, പക്ഷേ കൊച്ചിന് 9 ആഴ്ചയുടെ വളർച്ചയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ കൊച്ചിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരാധനയൊക്കെ കൂടി പ്രാർത്ഥിച്ചു. വീണ്ടും 18ാമത്തെ ആഴ്ചത്തെ സ്കാനിങ്ങിന് ചെന്നപ്പം കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല, പൂർണ്ണ 18 ആഴ്ചയുടെ വളർച്ച എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 18ാമത്തെ ആഴ്ചയാണ് അറിയുന്നത് എൻ്റെ സെർവിക്സ് ഭയങ്കരമായിട്ട് ചെറുതായി പോകുന്നുണ്ട്. അത് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നടക്കാനൊന്നും പറ്റില്ല, സ്റ്റിച്ച് ഇടണം, വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. സ്റ്റിച്ച് ഇട്ടു. ആൻറ്റി ഗ്രാവിറ്റി പൊസിഷനിൽ കിടക്കണം എന്ന് പറഞ്ഞു. ടോയ്ലറ്റിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റില്ല. ഇങ്ങനെ അന്നേരം ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാവുന്നു, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് 500 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ എന്നും നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നു. പെട്ടെന്ന് എൻ്റെ ഷുഗർ ഷൂട്ടപ്പ് ആവാൻ തുടങ്ങി. 250 കയറി. എന്ത് ചെയ്തിട്ടും താഴുന്നില്ല. ഇൻസുലിനും ടാബ്ലറ്റും എല്ലാം എടുത്തിട്ടും ഒരു തരത്തിലും കുറയുന്നില്ല. നന്നായിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പം ഈശോ പതുക്കെ അത് താത്തി നോർമലാക്കി തന്നു. അങ്ങനെ 30 ആഴ്ച എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്ത് എടുക്കണം, ഇല്ലെങ്കിൽ കൊച്ചിനെ വെന്റിലേറ്റർ വെക്കേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കുഞ്ഞിനെ ഈശോ 38 ആഴ്ച പൂർത്തിയാക്കി പൂർണ്ണ വളർച്ചെത്തി ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ കാറ്റും കടലും ശാന്തമായതും യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. ഈശോയേ 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 Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. ജീവ പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ അമ്മച്ചി ഇന്ന് നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം.
ചേച്ചി, അച്ഛൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അമ്മച്ചി ജൂലൈ മാസത്തിൽ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് വന്ന് നമ്മോട് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞായിരുന്നു. അമ്മച്ചി ഇന്നലെ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് വരാനായിട്ട് അമ്മച്ചിക്ക് സാധിച്ചില്ല. അമ്മച്ചി ഇന്നലെ ചേച്ചിയുടെ കൂടെ പെങ്ങളുടെ കൂടെ വന്നു. അമ്മച്ചി പറഞ്ഞോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനച്ച, ജോസച്ച, സെബാസ്റ്റ്യനച്ച, അച്ഛന്മാർ എല്ലാവരും പറഞ്ഞു ഇവിടെ പ്രാർത്ഥിക്കാവുന്നവർ അപ്പച്ചന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു എന്ന് പ്രാർത്ഥനച്ചൻ വന്നപ്പോൾ പറഞ്ഞു. അപ്പച്ചൻ രോഗത്തിലായിരുന്നെങ്കിലും കുറച്ച് നാൾ കിടന്നുള്ളൂ. ആ രോഗമൊക്കെ ശാന്തമായിട്ട് സഹിക്കാനും അതിനുശേഷം ശാന്തമായിട്ട് മരിക്കാനും അപ്പച്ചന് സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് അപ്പച്ചന് അങ്ങനെ ഒരു നല്ല മരണം കിട്ടിയെന്ന് നിങ്ങളോട് എല്ലാവരോടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായി ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ ആവശ്യം നടക്കുന്ന ദിവസം അമ്മച്ചിക്ക് സുഖമില്ലാണ്ടായി. അമ്മച്ചി ആസ്പത്രിയിൽ ഒരു 11 ദിവസം കിടന്നു. വെന്റിലേറ്ററിൽ 3 ദിവസം കിടന്നു. ആ വിവരം അച്ഛനോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും അമ്മച്ചിക്ക് വേണ്ടിയും അച്ഛന്മാരും ഇവിടെ വന്ന് ധ്യാനത്തിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗം സുഖമായി. ഇന്നലെ അപ്രതീക്ഷിതമായി മകൾ വീട്ടിലെത്തുകയും ഇന്നത്തെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ മകൾ ആഗ്രഹം പറയുകയും അതേപ്രകാരം അച്ഛന് വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ ടിക്കറ്റെല്ലാം വേഗം ശരിയാക്കി ട്രെയിൻ വരാൻ സാധിച്ചു. ഇന്നിവിടെ വന്ന് നിങ്ങളോടൊപ്പം ഈ ധ്യാനത്തിലും ഈ ശുശ്രൂഷയിലും പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിനെ നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ 4ാമത്തെ ചേച്ചിയാണ് ഇവിടെയുള്ളത്. മാർഗ്രറ്റ് എന്നാണ് ചേച്ചിയുടെ പേര്. അമേരിക്കയിൽ കുടുംബവുമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ചേച്ചി ചൊവ്വാഴ്ച രാത്രി 11 മണിക്കാണ് വീട്ടിലെത്തിയത്. അപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം ബുധനാഴ്ച കാലത്ത് ഇങ്ങോട്ട് വന്നു. ഇന്നലെ ഇവിടെ യേശുനാമജപത്തിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഇനീഷ്യേറ്റീവിലാണ് അമ്മച്ചിയെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. നമുക്ക് അമ്മച്ചിക്കും ചേച്ചിക്കും മറ്റെല്ലാ സഹോദരങ്ങൾക്കും അമ്മച്ചി പറഞ്ഞതുപോലെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛന്മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. നമുക്ക് അമ്മച്ചിയുടെ നേരെ കരങ്ങൾ നീട്ടി 21 പ്രാവശ്യം യേശുനാം. നിങ്ങൾക്കറിയാം അമ്മച്ചിക്ക് 87 വയസ്സാണ്. 87ാമത്തെ വയസ്സിൽ അമ്മച്ചി ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ക്വാളിറ്റി കണ്ടില്ലേ? വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് വലതുകരം അമ്മച്ചിയുടെ നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമുക്ക് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയേ 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 ഈശോയേ. നമുക്ക് എഴുന്നേറ്റുണ്ട്.